എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഇൻട്രഡക്ഷനൊന്നും ഞാൻ തരേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് കൺജങ്ഷൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ ഒരു രണ്ട് ഗ്രഹങ്ങളെയും ഫോട്ടോ എടുക്കുന്നത് ഒരു ടെലിസ്കോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ടെലിഫോട്ടോ ലെൻസ് വെച്ചിട്ട് സൂം ചെയ്ത് ക്ലോസപ്പ് ആയിട്ടൊന്നും അല്ല ഞാൻ എടുക്കുന്നത്. കുറച്ച് ക്രിയേറ്റീവായിട്ട് പോർട്രേറ്റ് മോഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഗ്രേറ്റ് കൺജങ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജൂപ്പിറ്റർ, സാറ്റേൺ എന്നീ രണ്ട് പ്ലാനറ്റ്സ് വളരെ അടുത്തടുത്തായിട്ട് വരികയാണ്. അത് നമുക്ക് ഇന്ന് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റും. ഇതിനു മുമ്പ് ഇങ്ങനെ ഈ രണ്ട് പ്ലാനറ്റ്സും അടുത്തടുത്ത് വന്നിട്ടുള്ളത് 400 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ അന്ന് സൂര്യൻ്റെ വെളിച്ചം കാരണം ഭൂമിയിൽ ആർക്കും കാണാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതായത് ഭൂമിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് 800 വർഷം മുമ്പാണ്. അപ്പോൾ ഈ 800 വർഷം മുമ്പ് ക്യാമറ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഫോട്ടോ എടുക്കുന്നത് നമ്മളായിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാരണം കൊണ്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ ഇവൻറ്റ്സ് ആണ് ഇന്നത്തെ ഈ ഗ്രേറ്റ് കൺജങ്ഷൻ. പിന്നെ ഞാൻ എൻ്റെ എല്ലാ ഫോട്ടോ എടുക്കാൻ പോകാറുള്ളത് ഒറ്റയ്ക്കാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ മകളുമുണ്ട്. അവളുടെ പേര് നർഗീസ് എന്നാണ്. ഞാനിതിൻ്റെ മുന്നേ 2 വീഡിയോസ് ഇവളും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഫോട്ടോ എടുക്കാൻ പോകുന്ന ആ ഫ്രെയിമിനെ കുറിച്ചും ഞങ്ങളെ പ്ലാൻ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഫ്രെയിം. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ടല്ല, വേർട്ടിക്കലായിട്ടാണ് ഫോട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നർഗീസ് അത് അവിടെ ഉണ്ട്. അവൾ ഇവിടെ വന്നിട്ട് നിൽക്കും. ജൂപ്പിറ്ററും സാറ്റേണും ഏതാണ്ട് അവിടെ ആയിട്ടാണ് അപ്പിയർ ആവുക. അപ്പോൾ നർഗീസ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവൾ മാത്രമല്ല, അവളെ കയ്യിലൊരു സംഭവം കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചുതരാം എന്താണെന്നുള്ളത്. ഇതാ നർഗീസ് അവിടെ കോമ്പോസിഷനിൽ പോയി നിൽക്കുമ്പോൾ ഇതും കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. ഒരു നെറ്റാണ്. ഇങ്ങനെ ഒരു നെറ്റ് ആക്ച്വലി ഞങ്ങൾ വാങ്ങാൻ ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയി നോക്കി. ശരിക്കും ഈ ഒരു വലുപ്പത്തിലുള്ളത് കിട്ടിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു മുളവടിയൊക്കെ വെട്ടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇത് ആക്ച്വലി ഈ റിങ് കാണുന്നത് ഒരു പഴയ കാറിൻ്റെ വീൽ കപ്പ് ഉണ്ട്, അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്താണ്. പിന്നെ ഒരു നെറ്റ് വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ നെറ്റിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ലൈറ്റ് കത്തിച്ചിട്ട് ഇതിൽ വയ്ക്കും. സോ ഇതൊരു സ്ട്രിങ് ലൈറ്റ്സ് ആണ്. ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് കത്തിച്ചിട്ടാൽ നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കുറേ നക്ഷത്രങ്ങളുള്ള പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വെച്ചുള്ള പ്ലാനും അത് തന്നെയാണ്. നർഗീസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കോമ്പോസിഷനിൽ പോയി നിൽക്കും. ഇത് കയ്യിലുണ്ടാവും. ഞങ്ങൾ ഈ ലൈറ്റ് കത്തിച്ചിട്ട് ഇതിനകത്തിടും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ, നർഗീസ് ഓൾറെഡി കുറച്ച് നക്ഷത്രങ്ങളെ നെറ്റിൽ പിടിച്ചു. ഇപ്പോൾ പൂമ്പാറ്റകളൊക്കെ പിടിക്കില്ലേ, അതേപോലെ നക്ഷത്രങ്ങളെ ഓൾറെഡി ഇതിൽ പിടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി സാറ്റേണും ജൂപ്പിറ്ററും 2 പ്ലാനറ്റ്സും അവിടെ അപ്പിയർ ആകുമ്പോൾ അതിനെയും കൂടി ഈ നെറ്റ് വെച്ചിട്ട് പിടിക്കാനുള്ള ഒരു ആക്ഷനോടെയാണ് നിൽക്കുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പ്ലാന്. കുറച്ച് ക്രിയേറ്റീവായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു പ്ലാന് ഞങ്ങൾ ഫിക്സ് ചെയ്തത്. ഇനി സമയമായിട്ടില്ല. അപ്പോൾ ഞങ്ങളെല്ലാം കോമ്പോസിഷൻ മാത്രമേ കണ്ടുവച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ട്രൈപോഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് ഇരുട്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ ഫോട്ടോ എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരൊറ്റ സിംഗിൾ ഷോട്ടിൽ തന്നെ എടുക്കും. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒക്കെ എടുത്ത പോലെ ഒരു 4-5 ഫോട്ടോ എടുത്തിട്ട് മെർജ് ചെയ്യോ ഡിഫറെൻറ്റ് എക്സ്പോഷേഴ്സ് എടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരൊറ്റ സിംഗിൾ ഷോട്ടിൽ തന്നെ ഫോട്ടോ എടുക്കാനാണ് പ്ലാന്. മാത്രമല്ല ഷട്ടർ സ്പീഡ് എന്നെക്കൊണ്ട് എത്ര കുറച്ച് വയ്ക്കാൻ പറ്റുമോ പരമാവധി അത്രയും ഞാൻ കുറച്ച് വയ്ക്കും. കാരണം 10 സെക്കൻഡൊന്നും നർഗീസിന് ഇത് പിടിച്ചുകൊണ്ട് അനങ്ങാണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാലൊക്കെ എങ്ങനെയും ഒരു സ്റ്റെപ്പിൻ്റെ മേലേക്ക് വെച്ചിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുക. പക്ഷേ ഒരു 3-4 സെക്കൻഡിൽ കൂടുതൽ ഇവൾക്ക് അവിടെ ചിലപ്പോൾ കാറ്റടിക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 5 സെക്കൻഡൊക്കെ ഷട്ടർ സ്പീഡ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോ വളരെ ബ്ലറായി പോകും. സോ പരമാവധി ISO ഇൻക്രീസ് ചെയ്തിട്ട് ഷട്ടർ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഫോട്ടോയിലുള്ള ഒരു ഏക ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞങ്ങളെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ട്രൈപോഡ് അവിടെ സെറ്റ് ചെയ്യുക, ക്യാമറയൊക്കെ എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ട്രൈപോഡൊക്കെ റെഡിയാക്കാം അല്ലേ? ഓക്കെ. അങ്ങനെ ഞാൻ ട്രൈപോഡും ക്യാമറയും കോമ്പോസിഷനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നേരത്തെ ഞാൻ ആ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് കോമ്പോസിഷൻ വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു എഡ്ജ് ഈ പൊസിഷനിൽ, അപ്പോൾ അത് ഫ്രെയിം വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നർഗീസ് ആ എഡ്ജിലാണ് നിൽക്കുക. ഇവിടുന്ന് നോക്കുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നും, പക്ഷേ അവിടെ നല്ല സേഫാണ്. ഞാൻ കാണിച്ചുതരാം അതിൻ്റെ മുകളിലേക്ക്. ഇപ്പോൾ ആകാശം കാണാനൊക്കെ നല്ല വൈബ്രൻറ്റ് കളറാണ്. സിവിൽ ട്വൈലൈറ്റ് സമയമാണ് ഇപ്പോൾ. ഈ സിവിൽ ട്വൈലൈറ്റിനെ കുറിച്ചും ബ്ലൂ അവറിനെ കുറിച്ചൊക്കെ ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സമയത്താണ് ഈ സിവിൽ ട്വൈലൈറ്റ് ഉണ്ടാവുക, ആസ്ട്രോണമിക്കൽ ട്വൈലൈറ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു കാർഡ് പോപ്പപ്പ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. പിന്നെ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 7-7:30 ആവും തോന്നുന്നു പ്ലാനറ്റ്സ് അവിടെ അപ്പിയർ ആവാൻ. അപ്പോൾ ഇനിയും ഉണ്ടാവും ഏകദേശം ഒരു 1 മണിക്കൂർ കൂടെ ഉണ്ടാവും. പിന്നെ അവിടുന്ന് ക്യാമറയിൽ കോമ്പോസിഷൻ നോക്കുമ്പോൾ നർഗീസിനെ മൂവ് ചെയ്ത് ഒരു പൊസിഷനിൽ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇരുട്ടായാലും പിന്നെ മാറിപ്പോവാതിരിക്കാൻ, അതായത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിൻ്റെ അവിടെ ഞങ്ങളൊരു ഒരു കല്ല് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ കുറച്ച് ഇരുട്ടായാലും നർഗീസിനെ അവിടുന്ന് മാറണമെങ്കിലും നമുക്കവിടെ പ്ലാനറ്റ്സ് അപ്പിയർ ആവുന്ന കറക്റ്റ് ആ സമയത്ത് നർഗീസിന് എക്സാക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കാൻ ഇത് യൂസ്ഫുള്ളായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ആ ഭാഗത്തായിട്ട് ആ ഭാഗത്തായിട്ട് 2 പ്ലാനറ്റ്സും അപ്പിയർ ആവും. പിന്നെ ഇതുവരെ സ്കൈ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്ക് ആയിട്ടില്ല. കുറച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം ഞങ്ങൾ ഇവിടെ നിൽക്കില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു, കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുക. അപ്പോൾ നർഗീസും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം. അപ്പോൾ എത്രയും പെട്ടെന്ന് സാറ്റേണും ജൂപ്പിറ്ററും കറക്റ്റ് നെറ്റിൻ്റെ അവിടേക്ക് നർഗീസിനെ പിടിക്കാൻ പാകത്തിന് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇരുട്ടായി. ഇനി ഞാൻ ആ പറഞ്ഞ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ആ നെറ്റിൻ്റെ അകത്ത് നമ്മളൊരു സ്ട്രിങ് ലൈറ്റ് കത്തിച്ചിടുമെന്ന് പറഞ്ഞില്ലേ, അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ എങ്ങനെ കാണാമെന്നുള്ളത് കാണിച്ചു തരാം. ഈ ലൈറ്റ് ശരിക്കും ദൂരത്തുനിന്ന് നോക്കുമ്പോൾ, ക്യാമറയിൽ നോക്കുമ്പോൾ ശരിക്കും അത് കുറച്ച് സ്റ്റാർസിനെ പോലെ തോന്നും. എനിക്ക് ഈ ക്യാമറയിൽ അത്രയും ഒരു എഫക്റ്റിൽ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. നല്ല ഭംഗിയാണിത് കാണാൻ. നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റിലൊക്കെ ഇതിൻ്റെ ഒരുപാട് ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വളരെ വില കുറവാണ്, 100-150 രൂപ എങ്ങാണ്ടുള്ളൂ ഈ ലൈറ്റിന് ആമസോണിൽ വാങ്ങാൻ. അപ്പോൾ ഇതാണ് ലൈറ്റ്. അങ്ങനെ അറിഞ്ഞത് മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള മൊമെൻ്റ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ആകാശത്ത് നന്നായിട്ട് ജൂപ്പിറ്ററും സാറ്റേണും 2 പ്ലാനറ്റ്സും വിസിബിളായിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, ഇപ്പോൾ എല്ലാ നെറ്റിൽ നമ്മൾ വായിച്ചിരുന്നത്, എല്ലാ ആർട്ടിക്കിളെല്ലാം വായിച്ചിരുന്നത് 2 ഒന്നിച്ച് ചേർന്നിട്ട് ഒരു വലിയ നക്ഷത്രം പോലെ കാണുന്നതായിരുന്നു. പക്ഷേ 2നും നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഗ്യാപ്പ് കാണുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. മേ ബി കുറച്ച് ചെയ്യുമ്പോഴാണോ ഇനി നന്നായിട്ട് അടുക്കുക, അല്ലെങ്കിൽ ഒരു നക്ഷത്രം പോലെ തോന്നിക്കുക എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് 2 നക്ഷത്രങ്ങളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ വളരെ അടുത്താണ്, ഇത്രയും ദിവസം കണ്ട പോലെയല്ല, വളരെ അടുത്താണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ. ഇനി ഞങ്ങളൊരു 5 മിനിറ്റ് അവിടെ പോയി നിന്നിട്ട് അതൊന്ന് നോക്കട്ടെ. ഇപ്പോൾ നമുക്ക് കോമ്പോസിഷനിൽ ഈ 2 പ്ലാനറ്റ്സും നെറ്റിൻ്റെ വളരെ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാം, സമയം കളയണ്ട. ഓക്കെ. ഇപ്പോൾ ഞാൻ ക്യാമറയും ട്രൈപോഡും എല്ലാം സെറ്റിങ്സ് എല്ലാം റെഡിയാണ്. അതായത് ക്യാമറേൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സ് റെഡിയാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നർഗീസ് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ മുകളിലായിട്ട് അതവിടെ സാറ്റേണും ജൂപ്പിറ്ററും നമുക്ക് നന്നായിട്ട് വിസിബിളായിട്ട് കാണുന്നുണ്ട്. ഈ ആക്ഷൻ ക്യാമറയിൽ ചെറുതായിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണില്ല, എന്നാലും പിന്നെ കാണുന്നുണ്ട് ചെറുതായിട്ടൊരു പോയിൻ്റ്. പക്ഷേ ഈ DSLRൽ നന്നായിട്ട് കാണും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താണ് ഫോട്ടോ എടുക്കാൻ ഞാൻ എൻ്റെ ക്യാമറയിൽ സെറ്റിങ്സ് എന്താണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഷട്ടർ സ്പീഡ് 1/15 ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ച് മാറ്റി, അതായത് ടൈം കുറച്ച് മാറിയപ്പോൾ ISO കുറച്ച് കൂട്ടിയിട്ട് ഷട്ടർ സ്പീഡ് ഞാൻ വീണ്ടും കുറച്ചിട്ടുണ്ട്. അതായത് 1/10 ആയിരുന്നു നേരത്തെ, ഇപ്പോൾ 1/15 ആണ്. പിന്നെ അപ്പർച്ചർ f2.8 തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ റെഡിയാണ്. നർഗീസ് റെഡി അല്ലേ? ഫോട്ടോ എടുക്കട്ടെ? ഓക്കെ.
ലോകത്തിലെ മികച്ച ആസ്ട്രോ ഫോട്ടോ എന്നോ ഞാൻ എടുത്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ഫോട്ടോ എന്നോ ഇത് നോക്കി ഞാൻ പറയില്ല. പക്ഷേ ഈ ഫോട്ടോ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപൂർവമായി മാത്രം നടക്കുന്ന ഈ ആസ്ട്രോണമിക്കൽ ഇവൻ്റ് എന്നും ഓർമ്മിക്കാൻ എൻ്റെ മകൾക്കൊരു ഫോട്ടോ എടുത്തു കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത്. ഫോട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, നമ്മൾ 2 പ്ലാനറ്റ്സിന് അത്ര സൂം ചെയ്ത് ക്ലോസപ്പിലുള്ള ഒരു ഫോട്ടോ അല്ല എടുക്കുന്നത് ടെലിസ്കോപ്പ് ഒന്നും വെച്ചിട്ട്. എനിക്ക് ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് കുറച്ചിപ്പോൾ എനിക്കും അല്ലെങ്കിൽ നർഗീസിനും ഓർമ്മിച്ച് വെക്കാൻ പറ്റാവുന്ന അങ്ങനത്തെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 2 പ്ലാനറ്റ്സും അടുത്തടുത്ത് വരുന്നത് ഭൂമിയിൽ മനുഷ്യന്മാർ കണ്ടിട്ടുള്ളത് 800 വർഷത്തിൻ്റെ മുൻപാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് 60-40 കൊല്ലം കഴിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഭൂമിൻ്റെ മുകളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ നർഗീസിനിപ്പോൾ ആസ്ട്രോണമി പഠിക്കണം എന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം. സോ ഇവളിപ്പോൾ ഇനി വലുതായി നല്ലൊരു സയൻറ്റിസ്റ്റൊക്കെ ആകുമ്പോൾ അടുത്ത തവണ ഇതേപോലെ സാറ്റേണും ജൂപ്പിറ്ററും ഇതേ പൊസിഷനിൽ അല്ലെങ്കിൽ ഇത്രയും അടുത്ത് വരുമ്പോൾ അവൾക്ക് ഈ ഫോട്ടോ നോക്കിയിട്ട് ഫോട്ടോ കാണാം, അല്ലെങ്കിൽ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാം. ഇത്രയും വർഷം മുൻപേ ഇങ്ങനെ ഇത് വന്നപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവൾക്കും കുറച്ച് നല്ലൊരു സന്തോഷം ഉണ്ടാവും. അതൊരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിലും ഒരു അച്ഛനെന്ന നിലയിലും എനിക്ക് ഭയങ്കര വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഈവൻ ഞാനില്ലെങ്കിൽ പോലും എന്തായാലും ഫോട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കോമ്പോസിഷനോ അല്ലെങ്കിൽ കാണാനുള്ള ഒരു ഭംഗിയോ അങ്ങനത്തെ ഒന്നുമല്ല. ഈ ഒരു ഇൻസിഡൻറ്റ്, ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ നന്നായിട്ട് ക്യാമറയിൽ പകർത്തി അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു. അപ്പോൾ ഞങ്ങൾ 2 പേരും എടുത്തുള്ള ഈ എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, ഈ ആസ്ട്രോണമിക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ വേറെ എന്താ, ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ ലൈറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ട് ഒരുപാട് ഐഡിയാസ് എൻ്റെ മനസ്സിലുണ്ട്. ആസ്ട്രോ ഫോട്ടോഗ്രാഫി നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഇനിയും യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ആസ്ട്രോ വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം. ബൈ.